Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I believe all of you are doing well. When duty calls. ഉത്തരവാദിത്വം നമ്മളെ വിളിക്കുമ്പോൾ, അവൻ ദൈവത്തിന്റെ ആ വലിയ കർത്തവ്യത്തിലേക്ക് അവൻ നമ്മെ വിളിക്കുകയാണ്. and God is calling us into a great duty. യെശയ്യാ 6:8 പഠിക്കുമ്പോൾ, When we study the book of Isaiah chapter 6 verse 8, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? and whom shall I send? ആർ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി പോകും? And who will go for us? ഈ ഒരൊറ്റ ചോദ്യം This is one question അവൻ യെശയ്യാവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. brought a great change in the life of Isaiah. The great invitation. വലിയൊരു ക്ഷണം, അവൻ ആ സ്വർഗീയമായ വലിയ വിളി യെശയ്യാവിന്റെ മേൽ ഉണ്ടാകുകയാണ്. and that heavenly great call has come upon Isaiah. ആമേൻ. നാം ജീവിക്കുന്നത് നോട്ടിഫിക്കേഷനുകളുടെ കാലത്താണ്. We are living in a time where there are notifications, നമ്മുടെ ഫോണുകൾ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. and our phones are always buzzing around with notifications, അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. and we have a lot of time for that. എന്നാൽ നാം നിരന്തരം അവഗണിക്കാൻ ശീലിച്ച ഒരു പ്രത്യേക വിളിയുണ്ട്. But there is a call that we have constantly kept on ignoring, അതാണ് കർത്തവ്യത്തിന്റെ വിളി. and that is the call of duty. ആ വലിയ വിളി നാം അവഗണിക്കുകയാണ്. And we are ignoring that great call upon us. നിങ്ങളെ കുറിച്ചുള്ള വിളി ചെറുതല്ല. The call upon you is not small. ഒരിക്കൽ ബോങ്കയുടെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്. Once I read this in a book of Reinhard Bonnke. അദ്ദേഹം ആഫ്രിക്കയിൽ പ്രസംഗിക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ, So as he was preparing himself to go and preach in Africa, അദ്ദേഹം ആ രാജ്യത്തിന്റെ സൗന്ദര്യമോ അവിടുത്തെ കാലാവസ്ഥയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല പോയത്. he didn't go over to Africa because of the beauty of the place or the good weather there. ദൈവത്തിന്റെ ഹൃദയ തുടിപ്പ് ആമേൻ ആഫ്രിക്കയെ കുറിച്ച് ഉണ്ടായപ്പോൾ, So when God's heart beat for Africa, അത് തന്നിലേക്ക് വരികയായിരുന്നു. and it came over to Reinhard Bonnke as ആര് well. പോകും? Who will go? ഞാൻ പോകാം. I will go. താൻ അവിടെ ചെന്ന് After going there, മിനിസ്ട്രി ആരംഭിച്ചു. he started his ministry, എന്നാൽ ഒരു വലിയ ടെന്റ് മിനിസ്ട്രിക്ക് വേണ്ടി ടെന്റ് കെട്ടി. and he built a great tent for a tent ministry ഒരു there. കാറ്റിന്റെ മുൻപിൽ ആ ടെന്റുകൾ ഒടിഞ്ഞുപോയി. And in front of a great wind, that tent was blown away. തന്റെ വിളി വലുതാണ്. His calling was great, താൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. and he cried out in the presence of God, എന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. all my hopes were lost, Lord. ദൈവം പറഞ്ഞു, And the Lord said, ബോങ്കേ, Bonnke, നിന്നെ കുറിച്ചുള്ള ഈ ഒതുങ്ങിയ ചെറിയ ടെന്റിലുള്ള വിളിക്കല്ല കൊണ്ടുവന്നത്. I have not called you, I have not brought you for a small call in this tent. ആഫ്രിക്കയെ നേടാനുള്ള വിളിയാണ്. You have a call to win എന്നെ Africa. ശ്രദ്ധിക്കുന്ന ചിലരുണ്ട് ഇതിനകത്ത്. There are some people who are watching me keenly. When duty calls, ഉത്തരവാദിത്വം നമ്മളെ വിളിക്കുമ്പോൾ, ആമേൻ, നിങ്ങളുടെ ഉത്തരവാദിത്തം ചെറുതല്ല, വലുതാണ്. your duty is not small but great. അതിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുക. You need to step into it. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I'm going to pray for you. നിങ്ങളുടെ വിളി വലുതാണ്. Your calling is great. ദൈവം വിളിക്കുമ്പോൾ When God calls, നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ചാണോ എന്ന് കർത്താവ് ചോദിക്കാറില്ല. God doesn't ask whether we are comfortable with it. പകരം അവന്റെ ഉദ്ദേശത്തിനായി നാം ലഭ്യമാണോ എന്നാണ് അവൻ നോക്കുന്നത്. Instead, he looks upon us whether we are available for his will and his plans to be carried out. ലഭ്യതയിൽ നാം മുന്നോട്ട് പോകണം. We need to walk forward by being available for his will and plan. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇതൊരു വലിയ വ്യത്യാസം കൊണ്ടുവരും. To some people's lives, great changes are going to come. കർത്താവേ, ജനത്തെ bless ചെയ്യും. Lord, I bless this people. ഈ ജനത്തിന്റെ മേൽ വലിയ വിടുതൽ അയക്കണം. Lord, send a great deliverance upon this people. അങ്ങയുടെ മഹിമയ്ക്കായി നന്ദി പറയും. Lord, I thank you for your glory. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. നിങ്ങളുടെ മേൽ ഒരു സർപ്രൈസ് ആയിട്ട് കർത്താവ് ചില കാര്യം ചെയ്യാൻ പോകും. God is going to do some things that are going to surprise you. ആമേൻ. മൂന്നാറിൽ വെച്ച് In Munnar, മെയ് 12, 13, 14 ഒരു യൂത്ത് ക്യാമ്പ് നടക്കും. the month of May 12, 13 and 14, there will be a youth camp. മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ വെച്ച് നടക്കും. In Munnar, close to a post office, there's a hall called Gilgal. In that hall, എല്ലാ യൂത്തും കടന്നു വരിക. there's a meeting organized in that hall. Every youth is invited. വ്യത്യാസമില്ലാതെ എല്ലാവരും വരിക. Without any differences in church denominations, come അനുഗ്രഹം പ്രാപിക്കുക. and be blessed. God bless you. God bless you.